ക്ലിഫ് ഹൗസ് ഉപരോധ സമരത്തെ പൊളിച്ച വീട്ടമ്മ സന്ധ്യ കെപിസിസി വേദിയിൽ. കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയുടെ ഗാനങ്ങളുടെ ഓഡിയോ റിലീസിംഗ് ചടങ്ങിനാണ് സന്ധ്യ എത്തിയത്. കാസർഗോഡ് മുതൽ പാറശാല വരെ കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയുടെ സന്ദേശഗീതങ്ങളാണിത്. കാവാലം നാരായണ പണിക്കരും വയലാർ ശരചന്ദ്രവർമ്മയും രാജീവ് ആലിംഗലും ചേർന്നാണ് സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് 8 ഗാനങ്ങൾ ഒരുക്കിയത്. സന്ദേശഗീതങ്ങളുടെ CD കെപിസിസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന വിഷലിപ്ത പച്ചക്കറികളിൽ നിന്നുള്ള മോചനവും മാലിന്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവുമാണ് ജനപക്ഷയാത്രയുടെ ലക്ഷ്യമെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. കീടനാശിനി വിമുക്തമായ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഇതെല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഈ നല്ല ലക്ഷ്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി കൂടി ഇതിൻ്റെ ഈ ജനപക്ഷയാത്രയുടെ ലക്ഷ്യത്തിൽപ്പെടുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ജൈവകൃഷിയെ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച റോഷൻ ആൻഡ്രോസിനും സിനിമയുടെ തിരക്കഥ രചിച്ച ബോബി സഞ്ജയ് സഹോദരങ്ങൾക്കും കെപിസിസിയുടെ പ്രശസ്തിപത്രം വി.എം. സുധീരൻ സമ്മാനിച്ചു. LDFന്റെ ക്ലിഫ് ഹൗസ് ഉപരോധ സമരത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച സന്ധ്യ കെപിസിസി ആസ്ഥാനത്ത് നടന്ന CD പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ദിരാഭവന്റെ മട്ടുപ്പാവിലെ ജൈവകൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. ആദ്യ വിളവെടുപ്പിലെ പച്ചക്കറികൾ വി.എം. സുധീരൻ ഗാന്ധിയൻ P. ഗോപിനാഥൻ നായർക്ക് കൈമാറി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.